എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ എൻ്റെ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചോക്ലേറ്റ് ലെയർ പുഡിങ്. ചോക്ലേറ്റ് വെച്ചിട്ട് 2 ലെയറായിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഡാർക്ക് ചോക്ലേറ്റ് വെച്ച് ഉണ്ടാക്കുന്ന നല്ല മെൽറ്റായിട്ടുള്ള പുഡിങ്. ഞാനിത് മുറിച്ച് കാണിക്കാം. ഏകദേശം ഇത് സെറ്റായി കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ വേഗത്തിൽ നമുക്കൊരു 20 മിനിറ്റിനുള്ളിൽ ഈ പുഡിങ് റെഡിയാക്കി കൊടുക്കാം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. കുറച്ച് ചേരുവകൾ മാത്രമേ ഉള്ളൂ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ഡബിൾ ബോയിലിംഗ് രീതിയിൽ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അത് ഏകദേശം 150 ഗ്രാമോളം ഞാൻ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ കസ്റ്റാർഡ് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ കസ്റ്റാർഡ് ചേർക്കുകയാണെങ്കിൽ ഇതിന് നല്ല ടേസ്റ്റായിരിക്കും പുഡിങ്ങിന്. കുറച്ച് കസ്റ്റാർഡിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സുകൾ ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. 2 സ്പൂൺ പഞ്ചസാര, ഒരു 2 സ്പൂൺ കസ്റ്റാർഡ് കലക്കിയത്, പിന്നെ 2 ബൗൾ നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഈ ബൗളിൽ വേണം നമുക്ക് ഈ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ. ഏകദേശം കുറച്ച് ചേരുവകൾ മതി ഇത് ഉണ്ടാക്കാൻ. എന്നാൽ മറ്റുള്ള പുഡിങ്ങുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് നല്ല ടേസ്റ്റിയാണ്. 1 ലിറ്റർ പാലാണ് ഞാനിത് ബോയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്നത്. നമുക്കില്ലേ ഈ പാലൊന്ന് കുറുകി വരുമ്പോൾ ഇതിൻ്റെ പകുതിയാവണം. ഒരു ഹാഫ് ബോയിലിംഗ് ആയി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് വേണം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാൻ. ഒന്ന് പാല് വറ്റി കുറുകി ഒരു തിക്നെസ്സായി വരുന്ന സമയത്ത് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. പഞ്ചസാരയൊക്കെ ഓപ്ഷനല്ല, ആവശ്യമുള്ളവർക്ക് കൂടുതലിടാം. ഓൾറെഡി ഇത് ചോക്ലേറ്റിനൊക്കെ നല്ല മധുരമുണ്ട്, കസ്റ്റാർഡിനും മധുരമുണ്ട്. അതുകൊണ്ട് ഞാൻ 2 സ്പൂൺ പഞ്ചസാരയെ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ ചേർക്കുമ്പോഴത്തേക്ക് ഈ പഞ്ചസാര ഒന്ന് പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ വേഗത്തിൽ ഈ പാലുമായിട്ട് നല്ല മെൽറ്റായി കിട്ടും. നമ്മുടെ പാലില്ലേ ഇപ്പം നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ 1 ലിറ്റർ പാൽ വെച്ച് 1/2 ലിറ്റർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ കുറുകി വരുന്ന ഭാഗത്തിൽ വേണം നമുക്ക് പഞ്ചസാര ചേർക്കാൻ. പഞ്ചസാരയൊക്കെ ഓപ്ഷണലാണ്, കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം. ഞാനിപ്പോൾ ചോക്ലേറ്റിന് നല്ല മധുരമുണ്ട്, കസ്റ്റാർഡിനും മധുരമുണ്ട്. അതുകൊണ്ട് 2 സ്പൂൺ പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ. ഈ പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ വേഗം ഈ പാലുമായിട്ട് മിക്സായി കിട്ടും. ഇനി ഇതൊന്നുകൂടെ വറ്റി വരുമ്പോഴത്തേക്ക് വേണം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പഞ്ചസാരയും ഷുഗറും എല്ലാം നല്ല മിക്സായിട്ടുണ്ട്. ഈ പാകത്തിൽ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കണം. ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ പുഡിങ്ങിന് നല്ല കളർ ഉണ്ടാവും. ഇപ്പം ഇത് ചേർത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒട്ടും അടി പിടിക്കല്ല, സിമ്മ് മോഡിയിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഇപ്പം ചോക്ലേറ്റെല്ലാം നല്ല മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് ചേർക്കണം. ഏകദേശം 1.5 സ്പൂണോളം കസ്റ്റാർഡാണ് ഞാൻ കലക്കി വെച്ചിരിക്കുന്നത്. അത് 1 സ്പൂൺ പാലിൽ കലക്കി എടുത്തിരിക്കുന്നത്. ഇത് ചേർക്കുമ്പോൾ തന്നെ ഏകദേശം പുഡിങ് കട്ടിയായി കിട്ടും. ഒരിക്കലും പുഡിങ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് തീ കൂട്ടിയിട്ട് ചെയ്യരുത്. അതിലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഏകദേശം നമ്മുടെ പുഡിങ് ശരിയായിട്ടുണ്ട്. ഇനി കുറച്ച് ചേരുവകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ കട്ടിയായിട്ട് കിടക്കുന്ന ഇതൊക്കെ നന്നായി തരികളൊക്കെ അലിഞ്ഞ് മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർക്കണം. ഏകദേശം ഒരു 2 ഡ്രോപ്സോളം ചേർത്ത് കൊടുക്കണം. കാരണം ഇതിൻ്റെ ഈ സ്മെല്ലും ഈ ചോക്ലേറ്റിൻ്റെ ആ ഫ്ലേവറിലും ഒക്കെ ഒരു മാറ്റം കിട്ടും. വാനില എസൻസ് ചേർത്താൽ ഒരു നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഓൾമോസ്റ്റ് നമ്മുടെ പുഡിങ് ശരിയായിട്ടുണ്ട്. ഈ പാകം ആകുമ്പോഴത്തേക്ക് വേണം എസൻസ് ചേർക്കാൻ. എന്നിട്ട് ഒന്നുകൂടി ഇളക്കി എല്ലായിടത്തും മിക്സ് ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് സെറ്റ് ചെയ്യാൻ വെക്കണം. ചൂടോടെ തന്നെ പകുതി ഇത് സെറ്റ് ചെയ്യാൻ ഒഴിച്ചതിന് ശേഷം വേണം ബാക്കി നമുക്ക് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ കണ്ടില്ലേ നല്ല കട്ടിയായി കിട്ടിയിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്ക് വേണം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാൻ. ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ ബൗൾ ഞാൻ നെയ്യ് തടവി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ 2 ബൗളിലേക്ക് ഞാൻ പുഡിങ് സെറ്റ് ചെയ്യുന്നത്. ആദ്യം ഒരു ബൗളിൻ്റെ പകുതി ഭാഗം വെച്ച് നമുക്ക് പ്യുവറായിട്ടുള്ള ചോക്ലേറ്റിൻ്റെ പുഡിങ് ഒഴിച്ച് കൊടുക്കണം.
അതിനുശേഷം വേണം നമുക്ക് ബാക്കിയുള്ളതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന നട്ട്സ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത ലെയറായിട്ട് പുഡിംഗ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് 2 ലെയറായിട്ട് കിട്ടും. നല്ല ടേസ്റ്റുമാണ് ഇത് മറ്റുള്ള പുഡിംഗ് വെച്ച് നോക്കുമ്പോഴത്തേക്ക്. ചൂടോടെ തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ ഈ നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ ഈ ചോക്ലേറ്റൊക്കെ ആയിട്ട് നല്ല മെൽറ്റായി കിട്ടത്തുള്ളൂ. ഇനി ഇത് രണ്ടാമത്തെ ലെയറായിട്ട് നമുക്ക് ഓരോ ബൗളിലും ഒഴിക്കാം. ഞാൻ ഈ റെസിപ്പിയുടെ ചേരുവകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും മാർക്കറ്റിൽ അവൈലബിളാണ്, വാങ്ങാൻ കിട്ടും. പിള്ളേർക്കൊക്കെ ആണെങ്കിലും ചോക്ലേറ്റ് ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണ്. വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇനി ഇത് ബൗൾ ഫുൾ ഒഴിച്ചതിന് ശേഷം ഒന്ന് തണുക്കാൻ വെക്കണം. ആറിയതിന് ശേഷം അരമണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിൽ വെക്കരുത്. ഫ്രീസറിൽ വെച്ചാൽ ഐസായി പോവും. സാധാരണ നോർമൽ ടെമ്പറേച്ചറിൽ വെച്ച് വേണം നമുക്കിത് തണുപ്പിച്ചെടുക്കാൻ. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പുറത്തെടുക്കാം. പുഡിംഗ് ഇപ്പോൾ തണുത്ത ആവശ്യത്തിന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഈ പാകത്തിലാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുക്കണം. ഒത്തിരി നേരം വെച്ച് കഴിഞ്ഞാൽ ഇത് കട്ടിയായി പോകും. ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ തെളിഞ്ഞ് നല്ല പാകത്തിന് നമുക്ക് ഈ പുഡിംഗ് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സെർവിങ് ഡിഷിലേക്ക് നമുക്കിത് കമഴ്ത്തി ഇട്ടതിന് ശേഷം കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് മുറിച്ചെടുക്കാം. ഇത് കമഴ്ത്തി ഇടുമ്പോഴത്തേക്ക് നെയ്യ് തടവിരിക്കുന്നതുകൊണ്ട് ഒട്ടും അടി പിടിക്കത്തില്ല. ഇത് കണ്ടില്ലേ, കറക്റ്റ് ആ പാത്രത്തിൻ്റെ ഷേപ്പിൽ നല്ല സോഫ്റ്റായിട്ട് ആ പുഡിംഗ് കിട്ടിയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയാണ്. ഇതുപോലെ തന്നെ അടുത്തത് നമുക്ക് കമഴ്ത്തിയിടാം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. തണുത്തതിന് ശേഷം മാത്രമേ ഇത് ഫ്രിഡ്ജിൽ വയ്ക്കാവുള്ളൂ. ചൂടോടെ ഫ്രിഡ്ജിൽ വെച്ചാൽ ഈ പുഡിംഗ് കല്ലായി പോകും. കാരണം ഇത് ചോക്ലേറ്റാണ്. തണുത്തതിന് ശേഷമാണ് ഇത് മെൽറ്റാകുകയില്ല. ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് മുറിച്ചെടുക്കാം. ബദാമോ ക്യാഷ്യോ നമ്മുടെ കയ്യിൽ ഏത് ഡ്രൈ ഫ്രൂട്ട്സാണ് ഉള്ളത് അത് നമുക്കിതുപോലെ ക്രഷാക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക. ഇങ്ങനെ ഈ ഫ്രൂട്ട്സുകളൊക്കെ ഒരുപാട് ചെല്ലുമ്പോൾ ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒന്നുകൂടി വളരെ യമ്മി ആയിട്ടുള്ളൊരു പുഡിങ്ങായത്. സാധാരണ പുഡിങ്ങെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ്, എന്നാൽ അതിനെക്കാട്ടി ടേസ്റ്റും കൂടുതലുള്ളതാണ്. ഇപ്പം നമ്മുടെ പുഡിങ് ഇത് സെർവിങ്ങിന് പാകമായിട്ടുണ്ട്. ഇതുപോലെ പുഡിങ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്ത് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ആക്കിയാൽ ഞങ്ങളുടെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും. അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഏൻസ് കിച്ചൻ്റെ വേറൊരു വീഡിയോ വേറൊരു കിഡിലെ റെസിപ്പിയുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ ഓക്കെ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.